നിങ്ങൾക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ആ പെമ്പിള്ളേര് ഇവിടെ കിടന്ന് ഈ കണ്ട തോന്നിവാസങ്ങളൊക്കെ കാണിക്കുമ്പോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അതിന് ഇവിടെ നടക്കുന്നത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? റേഡിയോയിൽ പാട്ടും കേട്ടിരിക്കുമ്പോ മുന്നിൽ ആന വന്ന് ചിഹ്നം വിളിച്ചാലും നിങ്ങൾ അറിയില്ല. സോറി മാഡം. ഭാഗ്യലക്ഷ്മി, രാത്രി വന്ന പെൺകുട്ടിക്ക് ആഹാരം കൊടുത്തോ? അത് മാഡം, ഇവിടെ ആരും പട്ടിണി കിടക്കരുതെന്ന് ഞാൻ നിന്നോട് എപ്പോഴും പറയാറുള്ളതല്ലേ? സോറി മാഡം. ഇവിടെ താമസിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മുടെ മക്കളായി കാണണം. നമ്മുടെ സ്വന്തം മക്കൾ പട്ടിണി കിടക്കേണ്ടി വന്നാ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല മാഡം. ആ മാഡം പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ താമസിക്കുന്ന എല്ലാരെയും സ്വന്തം മക്കളെ കാണണമെന്ന്. ദേഷ്യപ്പെടുമ്പോഴും ആ മാഡത്തിന് എല്ലാവരോടും സ്നേഹമല്ലേ? ഒറ്റ കാഴ്ചയിൽ തന്നെ നീ മാഡത്തിന് ശരിക്കും മനസ്സിലാക്കിയല്ലോ. നീ പറഞ്ഞത് ശരി തന്നെയാ. ഇവിടെയുള്ള കുട്ടികളൊന്നും വഴിതെറ്റി പോവാതിരിക്കാനാ മാഡം ദേഷ്യം കാണിക്കുന്ന. അത് സ്നേഹമുള്ളതുകൊണ്ടാ. നല്ല സ്ത്രീയാ. ഞാൻ രാത്രി ആഹാരം കഴിക്കാതെ കിടന്നതെന്ന് മാഡം എങ്ങനെയാ അറിഞ്ഞത്? CCTV ചേച്ചി പറഞ്ഞു കൊടുത്തായിരിക്കും. CCTV ചേച്ചിയോ? സിസിലി ചേച്ചി അങ്ങനെയാ വിളിക്കുന്നത്. അതെന്താ അങ്ങനെ വിളിക്കുന്നേ? ഇവിടെ എന്ത് നടന്നാലും അത് സിസിലി ചേച്ചിയുടെ കണ്ണിൽപ്പെടും. അപ്പൊ തന്നെ മാഡത്തെ അറിയിക്കുകയും ചെയ്യും. മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. അതുകൊണ്ട് ഒരു ഇരട്ടപ്പേര് വീണ് കിട്ടി, CCTV.